നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടെ ഇമേജ് കൂട്ടാൻ ഷോയുമായി രംഗത്തെത്തിയതായിരുന്നു ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വെള്ളക്കുപ്പികൾ ബസിന്റെ ഡ്രൈവർ സീറ്റിന് മുന്നിൽ കൂട്ടിയിട്ടതിന്റെ പേരിൽ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞു നിർത്തി മന്ത്രി കാണിച്ച ഷോ പൊതുസമൂഹത്തിൽ കടുത്ത എതിർപ്പ് ക്ഷണിച്ചു വരുത്തി. ഇപ്പോഴിതാ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പ്രതികാര നടപടി നേരിടേണ്ടി വന്നിരിക്കുകയാണ് കെ.എസ്.ആർ.ടി.സിയിലെ ജീവനക്കാർക്ക്. പൊൻകുന്നം ഡിപ്പോയിലെ 3 ജീവനക്കാർക്കാണ് സ്ഥലം മാറ്റം. ഡ്രൈവർ ജെയ്മോൻ ജോസഫ്, സജീവ് KS എന്നിവർക്കും മറ്റൊരു വെഹിക്കിൾ സൂപ്പർവൈസർക്കുമാണ് സ്ഥലം മാറ്റം. സംഭവം നടക്കുമ്പോൾ ഗതാഗത മന്ത്രി ശാസിച്ചത് പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവറായ ജെയ്മോൻ ജോസഫിനെയായിരുന്നു. ബസിന്റെ മുൻഭാഗത്ത് വെള്ളക്കുപ്പി കിടന്നത് വലിയ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ ഷോ. നടപടി പിന്നാലെ വരുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഭരണപരമായ സൗകര്യാർത്ഥമാണ് സ്ഥലം മാറ്റമെന്നാണ് ഓർഡറിൽ ചൂണ്ടിക്കാട്ടുന്നത്. പാലാ സ്വദേശിയായ ജെയ്മോൻ ജോസഫിനെ തൃശൂർ ജില്ലയിലെ പുതുക്കാട് ഡിപ്പോയിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. വയോധികരായ മാതാപിതാക്കളും ചെറിയ 2 കുഞ്ഞുങ്ങളുമാണ് ജെയ്മോനുള്ളത്. ഇവരെ പരിചരിക്കേണ്ട ചുമതലയുള്ള ആളാണ് മന്ത്രിയുടെ പ്രതികാര നടപടിക്ക് ഇരയായിരിക്കുന്നത്. സ്ഥലം മാറ്റത്തിൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജെയ്മോൻ. പെട്ടെന്നുള്ള സ്ഥലം മാറ്റം ഈ കുടുംബത്തെ ആകെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. ദീർഘകാലമായി കെ.എസ്.ആർ.ടി.സിയിൽ ജോലി ചെയ്യുന്ന ജെയ്മോൻ സർവീസിൽ ഇതുവരെ നടപടികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഇത് ആദ്യമായാണ് നടപടി എത്തുന്നത്, അതും ചെയ്യാത്ത കുറ്റത്തിന്. നേരത്തെ ബസ് തടഞ്ഞു നിർത്തിയുള്ള ഗണേഷ് കുമാറിന്റെ നടപടിയിൽ കടുത്ത വിമർശനം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. AC കാറിൽ മാത്രം സഞ്ചരിക്കുന്ന മന്ത്രി സാധാരണ ജീവനക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിക്കാതെ ശകാരിച്ചു എന്നാണ് ഉയർന്ന വിമർശനം. ഏതാനും ദിവസം മുൻപാണ് കൊല്ലം ആയൂരിൽ കോട്ടയം തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ ബസ് തടഞ്ഞു നിർത്തി ഗണേഷ് കുമാർ ജീവനക്കാരെ ശാസിച്ചത്. ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടതിനായിരുന്നു ശകാരം. ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിടരുതെന്നും MD നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഇത് ജീവനക്കാർ പാലിച്ചില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി റോഡിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങളല്ല കുപ്പികൾ ഉപേക്ഷിച്ചെന്ന് ജീവനക്കാർ പറഞ്ഞതെങ്കിലും മന്ത്രി കേൾക്കാൻ തയ്യാറായില്ല. ഇന്നലെ ബസ്സിലിട്ട കുപ്പികളാണെങ്കിൽ ഇന്ന് ബസ് സർവീസ് നടത്തും മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് മന്ത്രിയുടെ മറുചോദ്യം. ദീർഘദൂര റൂട്ടുകളിൽ പോകുമ്പോൾ കിട്ടുന്ന ബാറ്റ ഭക്ഷണത്തിനും വെള്ളത്തിനും വിശ്രമത്തിനും തികയില്ലെന്ന വിമർശനമടക്കം ജീവനക്കാർക്കുണ്ട്. നല്ല ചൂടല്ലേ, വെള്ളം കുടിക്കാതെ ഓടിക്കാൻ പറ്റുമോ? AC മാത്രം പോകുന്നവർക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുമോ? ദിവസം 3-4 കുപ്പി വെള്ളമെങ്കിലും വേണ്ടിവരും. പുലർച്ചെ 5 മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് 2:30ക്കാണ് എത്തുന്നത്. 10 രൂപയ്ക്ക് വെള്ളം കിട്ടുന്ന ഇടത്തുനിന്ന് 3-4 കുപ്പി വാങ്ങി വയ്ക്കുകയാണ് പതിവ്. ഒരു കുപ്പി വയ്ക്കാൻ മാത്രമേ ബസ്സിൽ സൗകര്യമുള്ളൂ. ബാക്കി കുപ്പികൾ മുന്നിലിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി മാറുന്നത്. ഒരു കുപ്പി മാത്രം മതിയെന്ന് വന്നാൽ ഇടയ്ക്ക് ബസ് നിർത്തി വെള്ളം എടുക്കേണ്ടി വരും. അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ജീവനക്കാർ പറയുന്നു. എന്തായാലും കെ.എസ്.ആർ.ടി.സിയിൽ സമഗ്രമായ പരിഷ്കരണങ്ങളാണ് കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം വന്നിരുന്നത്. നിരവധി പുതിയ വാഹനങ്ങളടക്കം പൊതുനിരത്തിൽ ഇറക്കിക്കൊണ്ട് കെ.എസ്.ആർ.ടി.സിയെ മോടി പിടിപ്പിക്കുകയും കെ.എസ്.ആർ.ടി.സിയുടെ നഷ്ടം കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ ജനകീയ പിന്തുണ ഗണേഷ് കുമാറിന് ലഭിച്ചിരുന്നു. എന്നാൽ ബസ് ഡ്രൈവർമാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും പിടിവാശി പിടിക്കുന്ന കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പിടിവാശികൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും വിധേയമാകുന്നുണ്ട് ഇപ്പോൾ.